ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഒരു പ്ലെയിൻ കുർത്തി അല്ലെങ്കിൽ ഒരു ചുരിദാറിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു പിങ്ക് കളർ ഒരു പ്ലെയിൻ ചുരിദാറുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു ചെസ്റ്റ് പാർട്ടിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനാണ്. ഞാനിവിടെ ഇങ്ങനെ ഈ ചെസ്റ്റ് പാർട്ടിൽ കണ്ടോ ഓരോ ലൈൻസ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻസ് വരുന്നത് ഡിസെൻഡിങ് ഇങ്ങനെ ഹൈറ്റിലാണ് ഈ ലൈൻസ് വരുന്നത്. കണ്ടോ താഴേന്ന് ഇങ്ങനെ ഓരോ ലൈൻ പോവാണ്. അതെങ്ങനെയാണ് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യെല്ലോ കളറ് ആണ് ഇത് നൂലെടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ 6 strands ഉള്ള നൂലാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ഫുൾ ഈ യെല്ലോ കളറ് എംബ്രോയ്ഡറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ലൈൻ ഫില്ല് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് വെച്ചാണ്. ഇനി നമ്മൾ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും ആ സെയിം സ്റ്റൈലിൽ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നൂല് ഇങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കോർക്കുകയാണ്. വെറുതെ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ലൈൻ നല്ല ഡിഫൈൻഡ് ആയിക്കോളും, നല്ല ഫിനിഷിങ്ങിലായിക്കോളും. റണ്ണിങ് സ്റ്റിച്ച് ഇത്തിരി സ്പീഡിൽ നമ്മൾ ഇത്തിരി ഇതായിട്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഈ ഓവർലാപ്പിംഗ് വന്നു കഴിയുമ്പം അത് നല്ല ഡിഫൈൻഡ് ആയിക്കോളും. അങ്ങനെ നമ്മുടെ ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ ഫ്ലവറും പിന്നെ ഈ ലൈൻസിൻ്റെ ഇടയ്ക്ക് ലീവ്സുമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ലൈൻസിൻ്റെ മുകളിലായിട്ടൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡോട്ടിന് ചുറ്റുമാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ അങ്ങനെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഓരോ ലൈനിൻ്റെ ഇടയ്ക്കായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഓരോ ലൈൻസിൻ്റെ ഇടയ്ക്ക് ഓരോ കുഞ്ഞ് ലീവ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ലീവ്സ് ചെയ്യുന്നത് നമ്മൾ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചാണ്. അപ്പോൾ ഈ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് ക്ലോത്തിലാണ് ചെയ്യുന്നത് ആ കളർ സെയിം കളറുള്ള നൂല് വേണം എടുക്കാനായിട്ട്. പിന്നെ സൂചി എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്മോൾ ഐ, അതായത് ഈ ബീഡ് കയറി പോകുന്ന ടൈപ്പിലുള്ള സൂചി വേണം. അത് നമുക്ക് കടകളിൽ ചോദിച്ചാൽ അവർ തരും.
അപ്പോൾ നമ്മൾ ഈ ത്രെഡ് വർക്ക് നൂല് വെച്ചിട്ട് ചെയ്യുന്ന എംബ്രോയിഡറിക്ക് മിക്കവാറും നമ്മൾ ബിഗ് ആയുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. ബീഡ് വർക്കിന് സ്മോളായി. നമുക്കിത് എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഒരു ലീഫ്, ഒരു ചെറിയ ലീഫ് ഉണ്ടാക്കണം ഇവിടെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഈ സൂചി എടുത്തു, ഇതിലേക്ക് നമ്മൾ ബീഡ് കോർക്കണം. അപ്പോൾ നമ്മൾ ഈ 3 ബീഡ് ഇതുമേക്ക് കോർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ലീഫിൻ്റെ സെൻറ്ററിൽ ഏറ്റവും വൈഡായിട്ടുള്ള പോർഷനിൽ നമ്മൾ വെക്കുവാണ്. അതങ്ങനെ കോർത്തു. കണ്ടോ? അപ്പം ഏറ്റവും നടുക്കായിട്ട് ഈ 3 ബീഡുള്ളത് വെച്ചു. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വീണ്ടും 3 ബീഡ് വെച്ച് വെക്കണം. അപ്പം ഇപ്പുറത്ത് വീണ്ടും 3 ബീഡായി. ഇനി നമ്മളിങ്ങനെ ഈ സൈഡിലോട്ട് പോരുമ്പം ഇനി നമ്മൾ വയ്ക്കാൻ പോകുന്നത് 2 ബീഡ്സാണ്. കണ്ടോ? 2 ബീഡ്സ് വെച്ചു. ഇനി നമ്മളിതിൻ്റെ എൻഡിലായിട്ട് ഒരു ബീഡ് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വീതി കുറഞ്ഞ് വരും, ആ ലീഫിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇനിയിപ്പോൾ ഞാൻ ഈ ബീഡ് ഇവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം. ലോക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്നും കൂടി നമ്മൾ ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് നമ്മളവിടെ ഫിക്സ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ ഈ അറ്റത്തുനിന്ന് ഇതുപോലെ തന്നെ രണ്ട് ബീഡ് വയ്ക്കും, ഒരു ബീഡ് വയ്ക്കും. അപ്പോൾ വീതി കുറഞ്ഞ് ആ എൻഡും ലീഫിൻ്റെ ഷേപ്പാവും. ഇതാ അപ്പോൾ നമ്മുടെ ലീവ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ടോപ്പ് പോർഷനിൽ ഫ്ലവർ ഒരു സൈഡിൽ ചെയ്ത് കഴിഞ്ഞു. ഈ ഫ്ലവർ നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് വെച്ചാണ് ചെയ്തേക്കുന്നത്. നിറയെ ഫ്രഞ്ച് നോട്ട്സ് വെച്ച് ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയേക്കാണ്. ഈ ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രഞ്ച് നോട്ട് ഇടാൻ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കണം. എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇത് ഈ 6 strands ഉള്ള നൂല് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഒരു ചുറ്റുന്നുള്ളൂ. ചുറ്റിയിട്ട് ഫ്രഞ്ച് നോട്ടിന് നമ്മൾ ആ സെയിം പ്ലേസിൽ തന്നെ എടുത്ത ആ സെയിം പ്ലേസിൽ തന്നെ കുത്തുക. അപ്പം നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കണം. ഇതുപോലെ ഫ്രഞ്ച് നോട്ട് എടുത്തിട്ട് നമ്മൾ ഈ റൗണ്ട് ഔട്ടർ ബോർഡർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഉള്ളിൽ മൊത്തം നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് നിറയ്ക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു മടക്കെടുത്തിട്ട് നമ്മൾ ഈ ഇത് കണ്ട ഈ സ്ട്രാൻഡ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ അതായിക്കോളും.
നമ്മളിതിങ്ങനെ കുത്തി അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് ഒരു ചുറ്റിങ്ങനെ ഈ സൂചിയുടെ തുമ്പത്ത് ഇങ്ങനെ ഒരു ചുറ്റുക. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ സൂചി താഴേക്ക് കുത്തുക. ഈ കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഈ സ്ട്രാൻഡ് ഇങ്ങനെ ഒന്ന് പിടിച്ചേക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കും. അപ്പോൾ അതാ നമ്മുടെ ഇതേ വർക്ക് കംപ്ലീറ്റായി. കണ്ടോ? ഇതൊരു പിങ്കും ടർമറിക് യെല്ലോവും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഹാൻഡ് എംബ്രോയിഡറിയിൽ ത്രെഡ് വർക്ക് ഫുൾ ഈ യെല്ലോ ത്രെഡ് വെച്ചാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഷൈനിങ് ആയിട്ട് ഗോൾഡൻ ബീഡ്സും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.